ക്ലാസ്സുകളിൽ നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയിമാരെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ആ ക്ലാസ്സുകൾ കൂടി കണ്ടിട്ട് ഈ ക്ലാസ് കാണാനായി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ റിപ്പൺ പ്രഭുവിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ലോർഡ് റിപ്പൺ എന്നറിയപ്പെടുന്ന ജോർജ് ഫെഡറിക് റോബിൻസണിന്റെ ഭരണകാലഘട്ടം 1880 മുതൽ 1884 വരെയായിരുന്നു. അപ്പോൾ റിപ്പൺ പ്രഭുവിന്റെ യഥാർത്ഥ നാമം എന്താണ്? ജോർജ് ഫെഡറിക് റോബിൻസൺ എന്നാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എവിടെ മുതൽ എവിടം വരെയാണ്? 1880 മുതൽ 1884 വരെയാണ്. അപ്പോൾ റിപ്പൺ പ്രഭുവിന്റെ ഭരണകാലഘട്ടം 1880 മുതൽ 1884 വരെയാണ്. അതായത് നമ്മൾ മുൻ ക്ലാസ്സിൽ പറഞ്ഞ ലിട്ടൺ പ്രഭുവിന് ശേഷം അധികാരത്തിൽ വന്ന വൈസ്രോയി ആണ് ആര്? റിപ്പൺ പ്രഭു. ഇന്ത്യക്കാരെയും ബ്രിട്ടീഷുകാരെയും ഒരുപോലെ കണ്ട് ഭരണം നിർവഹിച്ച വ്യക്തിയാണ് റിപ്പൺ പ്രഭു. അതിനാൽ തന്നെ അദ്ദേഹത്തെ ദ പോപ്പുലർ വൈസ്രോയ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ജനകീയ വൈസ്രോയ് എന്ന് അറിയപ്പെടുന്നു. അതായത് അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന വൈസ്രോയിമാരെല്ലാം ബ്രിട്ടീഷ് അനുകൂല നിലപാടുകളും നയങ്ങളും സ്വീകരിച്ച വ്യക്തികളായിരുന്നു. എന്നാൽ അതിന് വിപരീതമായി ബ്രിട്ടീഷുകാരെയും ഇന്ത്യക്കാരെയും ഒരുപോലെ കണ്ട് ഭരണം നിർവഹിച്ച വ്യക്തിയാണ് ആര്? റിപ്പൺ പ്രഭു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ദ പോപ്പുലർ വൈസ്രോയ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ജനകീയ വൈസ്രോയ് എന്ന് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട നയങ്ങളും നിയമങ്ങളും ഒക്കെ എന്താണെന്ന് നമുക്കിനി നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 1881 പാസാക്കിയ ആദ്യത്തെ ഫാക്ടറി നിയമം അഥവാ ഫാക്ടറി ആക്ട്. അപ്പോൾ ആദ്യത്തെ ഫാക്ടറി നിയമം പാസാക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു? റിപ്പൺ പ്രഭു ആയിരുന്നു. ഏത് വർഷമാണത് പാസാക്കിയത്? 1881. ഈ നിയമപ്രകാരം സ്ത്രീകളുടെയും കുട്ടികളുടെയും ജോലി സമയം നിയന്ത്രിക്കുകയും ബാലവേലയ്ക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും അതുപോലെ തന്നെ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ നിർബന്ധമാക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി നിയമമാണ് 1881 പാസാക്കിയത്. ഇത് പാസാക്കുന്ന സമയത്തെ വൈസ്രോയ് ആരായിരുന്നു? റിപ്പൺ പ്രഭു ആയിരുന്നു. ഈ നിയമപ്രകാരമാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ജോലി സമയം ഫാക്ടറികളിൽ അത് നിയന്ത്രിച്ചത്. അതുപോലെ തന്നെ ബാലവേലയ്ക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അതുപോലെ തന്നെ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവരുടെ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ നിർബന്ധമാക്കുകയും ചെയ്തു. റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ്, ഫസ്റ്റ് റെഗുലർ സെൻസസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഒഫീഷ്യൽ സെൻസസ് നടന്നത്. വർഷം 1881. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്നത് ഏത് വർഷമാണ്? 1881. ആരായിരുന്നു ആ സമയത്ത് വൈസ്രോയ്? റിപ്പൺ പ്രഭു. ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്നത് എന്നായിരുന്നു? ഒഫീഷ്യൽ സെൻസസ് അല്ല, ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് എന്നായിരുന്നു നടന്നത്? ഏത് വർഷമായിരുന്നു? 1872. ആരായിരുന്നു ആ സമയത്ത് വൈസ്രോയ്? മേയോ പ്രഭു. ഇതൊക്കെ മുൻപ് പറഞ്ഞതാണ്, മുൻപത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, മേയോ പ്രഭുവിന്റെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ അതൊക്കെ കേൾക്കാത്തവരുണ്ടെങ്കിൽ, ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ്സൊക്കെ ഒന്ന് പോയി കാണുക. ഓക്കെ. അപ്പോൾ 1872 ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്നത്, മേയോ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്നത് 1881. ആ സമയത്ത് വൈസ്രോയ് ആരായിരുന്നു? റിപ്പൺ പ്രഭു. റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മുൻപുണ്ടായിരുന്ന വൈസ്രോയിമാര് നടപ്പിലാക്കിയ അല്ലെങ്കിൽ പാസാക്കിയ പല നിയമങ്ങളും, പല പിന്തിരിപ്പൻ നിയമങ്ങളും റദ്ദ് ചെയ്യുകയൊക്കെ ഉണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വെർനാക്കുലർ പ്രസ് ആക്ട് അഥവാ പ്രാദേശിക ഭാഷാപത്ര നിയമം. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് വെർനാക്കുലർ പ്രസ് ആക്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. വെർനാക്കുലർ പ്രസ് ആക്ട് ആരാണ് കൊണ്ടുവന്നത്? ലിട്ടൺ പ്രഭുവാണ് ആ നിയമം പാസാക്കിയത്. ആരാണ് പാസാക്കിയത്? ലിട്ടൺ പ്രഭുവാണ്. ഏത് വർഷമാണത് പാസാക്കിയത്? 1878. എന്താണ് വെർനാക്കുലർ പ്രസ് ആക്ട് അഥവാ പ്രാദേശിക ഭാഷാപത്ര നിയമം? ഇന്ത്യൻ പത്രങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാതിരിക്കാൻ വേണ്ടി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഒരു നിയമമായിരുന്നു വെർനാക്കുലർ പ്രസ് ആക്ട് അഥവാ പ്രാദേശിക ഭാഷാപത്ര നിയമം. ഇത് പാസാക്കിയത് എന്നാണ്?
1878 ആരായിരുന്നു ആ സമയത്ത് വൈസ്രോയി? ലിട്ടൺ പ്രഭു. റിപ്പൺ പ്രഭു എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ വെർണാക്കുലർ പ്രസ് ആക്ട് എന്ത് ചെയ്തു? റദ്ദ് ചെയ്തു. 1882 റിപ്പൺ പ്രഭു വെർണാക്കുലർ പ്രസ് ആക്ട് എന്ത് ചെയ്തു? റദ്ദ് ചെയ്തു. ഈ റദ്ദാക്കൽ പത്രസ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുകയും സർക്കാർ സെൻസർഷിപ്പ് ഇല്ലാതെ പ്രാദേശിക പ്രസിദ്ധീകരണങ്ങൾക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ വെർണാക്കുലർ പ്രസ് ആക്ട്, പ്രാദേശിക ഭാഷാപത്ര നിയമം പാസാക്കിയത് ആരാണ്? ലിട്ടൺ പ്രഭുവാണ്. ഏതു വർഷമാണ്? 1878. ഇത് റദ്ദാക്കിയത്, വെർണാക്കുലർ പ്രസ് ആക്ട് അഥവാ പ്രാദേശിക ഭാഷാപത്ര നിയമം റദ്ദ് ചെയ്തത് ആരാണ്? റിപ്പൺ പ്രഭുവാണ്. വർഷം ഏതാണ്? 1882. ഇന്ത്യൻ വിദ്യാഭ്യാസ പുരോഗതിയിൽ താൽപര്യമുണ്ടായിരുന്ന റിപ്പൺ പ്രഭു 1882 ഇന്ത്യയിലെ വിദ്യാഭ്യാസം വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തലുകൾ ശുപാർശ ചെയ്യുന്നതിനുമായി ഹണ്ടർ കമ്മീഷനെ നിയമിച്ചു. അപ്പോൾ ഹണ്ടർ കമ്മീഷനെ നിയമിച്ച വൈസ്രോയ് ആരായിരുന്നു? റിപ്പൺ പ്രഭു ആയിരുന്നു. ഏത് വർഷമാണ് ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത്? 1882. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ആയിരുന്നു ഏതെന്ന് പറയുന്നത്? ഹണ്ടർ കമ്മീഷൻ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്ന കമ്മീഷൻ ഏതാണ്? ഹണ്ടർ കമ്മീഷൻ. സർ വില്യം ഹണ്ടർ ആയിരുന്നു ഈ കമ്മീഷന്റെ അധ്യക്ഷൻ. അപ്പോൾ ഹണ്ടർ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സർ വില്യം ഹണ്ടർ. ഹണ്ടർ കമ്മീഷന്റെ പ്രധാന ലക്ഷ്യം പ്രാഥമിക വിദ്യാലയങ്ങളുടെയും സെക്കൻഡറി വിദ്യാലയങ്ങളുടെയും പുരോഗതി ആയിരുന്നു. 1882 റിപ്പൺ പ്രഭു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആക്ട് പാസാക്കി. അപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആക്ട് അഥവാ തദ്ദേശ സ്വയംഭരണ നിയമം പാസാക്കിയ വൈസ്രോയ് ആരായിരുന്നു? റിപ്പൺ പ്രഭു ആയിരുന്നു. ഏത് വർഷമാണ് ഈ നിയമം പാസാക്കിയത്? 1882 പാസാക്കിയത്. ഈ നിയമപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട മുനിസിപ്പൽ ബോർഡുകളിലൂടെയും ജില്ലാ കമ്മിറ്റികളിലൂടെയും അധികാരം വികേന്ദ്രീകരിച്ചു. ഈ പരിഷ്കാര പ്രകാരം ഭരണത്തിൽ ഇന്ത്യൻ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും അദ്ദേഹത്തിന് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ എന്ന പദവി നേടിക്കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആക്ട്, തദ്ദേശ സ്വയംഭരണ നിയമം പാസാക്കിയത് ആരാണ്? അത് റിപ്പൺ പ്രഭുവാണ്. ഏത് വർഷമാണ് പാസാക്കിയത്? 1882. ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയ് ആരാണ്? അത് റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ ആരാണ്? അത് റിപ്പൺ പ്രഭുവാണ്. റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിച്ചത്. കൽക്കട്ടയിലാണത് സ്ഥാപിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിച്ചത് ആരുടെ കാലഘട്ടത്തിലാണ്? അത് റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ്. എവിടെയാണ് ഇത് സ്ഥാപിച്ചത്? അത് കൽക്കട്ടയിലാണ്. അതുപോലെ തന്നെ റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് പോസ്റ്റൽ സേവിങ്സ് ബാങ്ക് സിസ്റ്റം നിലവിൽ വന്നത്. അപ്പൊ റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് പോസ്റ്റൽ സേവിങ്സ് ബാങ്ക് സിസ്റ്റം നിലവിൽ വന്നത്. വർഷം 1882 ഏപ്രിൽ 1. ലിട്ടൺ പ്രഭുവിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി 21 നിന്ന് 19 കുറച്ചു. ആരാണ് കുറച്ചത്? ലിട്ടൺ പ്രഭു. ഇത് വീണ്ടും തിരിച്ചാക്കിയത്, അതായത് സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി 19 നിന്ന് 21 മാറ്റിയത് ആരാണ്? വീണ്ടും 19 നിന്ന് 21 മാറ്റിയത് ആരാണ്? അത് റിപ്പൺ പ്രഭുവാണ്. അപ്പോൾ സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി 21 നിന്ന് 19 ആക്കിയത് ആരാണ്? അത് ലിട്ടൺ പ്രഭു. എന്നാൽ അത് തിരിച്ച് 19 നിന്ന് 21 മാറ്റിയത് ആരാണ്? റിപ്പൺ പ്രഭു. റിപ്പൺ പ്രഭുവിന്റെ ഭരണകാലഘട്ടത്തിലെ ഒരു പ്രധാന സംഭവമാണ് ഇൽബർട്ട് ബില്ലും അതുമായി അനുബന്ധപ്പെട്ട വിവാദങ്ങളും. അപ്പോൾ എന്താണ് ഇൽബർട്ട് ബിൽ എന്ന് നമ്മൾക്ക് നോക്കാം. ഇന്ത്യൻ നീതിന്യായ രംഗത്ത് നിലനിന്നിരുന്ന വിവേചനങ്ങൾക്ക് പരിഹാരമായി കൊണ്ടുവന്ന ബില്ലാണ് ഇൽബർട്ട് ബില്ല്. ഇത് കൊണ്ടുവന്ന വർഷമാണ് 1883. അപ്പോൾ ഇന്ത്യൻ നീതിന്യായ രംഗത്ത് നിലനിന്നിരുന്ന വിവേചനങ്ങൾക്ക് പരിഹാരമായി കൊണ്ടുവന്ന
ബില്ലാണ് എന്തെന്ന് പറയുന്നത്? ഇൽബർട്ട് ബില്ല്. അപ്പോൾ എന്ത് വിവേചനമാണ് ഇന്ത്യൻ നീതിന്യായ രംഗത്ത് നിലനിന്നിരുന്നത് എന്ന് നമ്മൾക്ക് നോക്കാം. യൂറോപ്യൻ കുറ്റവാളികളെ യൂറോപ്യൻ ന്യായാധിപന്മാർക്ക് മാത്രമേ വിചാരണ ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. ഇന്ത്യൻ ന്യായാധിപന്മാർക്ക് യൂറോപ്യൻ കുറ്റവാളികളെ വിചാരണ ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നില്ല. അതിന് നിയമപരമായ പല തടസ്സങ്ങളും നിലനിന്നിരുന്നു. ഇതിന് പിന്നിലുള്ള പ്രധാന കാരണം എന്തായിരിക്കാം? യൂറോപ്യൻ കുറ്റവാളികളെ യൂറോപ്യൻ ജഡ്ജിമാർ തന്നെ വിചാരണ ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കൊടുക്കാം? ചില ഇളവുകൾ അനുവദിച്ച് കൊടുക്കാം. അതിനു വേണ്ടിയിട്ടായിരിക്കാം എന്ത് സംഭവിച്ചത്? ഇങ്ങനെയൊരു നിയമം അവർ കൊണ്ടുവന്നത്. യൂറോപ്യൻ കുറ്റവാളികളെ യൂറോപ്യൻ ജഡ്ജിമാർ തന്നെ വിചാരണ ചെയ്യണം. ഇന്ത്യൻ ജഡ്ജിമാർക്ക് അവരെ വിചാരണ ചെയ്യാൻ അനുവാദം ഇല്ല. എന്നാൽ ഇൽബർട്ട് ബില്ല് യൂറോപ്യൻ പ്രതികൾക്കെതിരായ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് ഇന്ത്യൻ ജഡ്ജിമാരെ തടയുന്ന നിയമപരമായ തടസ്സങ്ങൾ നീക്കം ചെയ്തു. അതായത് ഇൽബർട്ട് ബിൽ പ്രകാരം യൂറോപ്യൻ പ്രതികളെയും ആർക്ക് വിചാരണ ചെയ്യാം? ഇന്ത്യൻ ജഡ്ജിമാർക്ക് വിചാരണ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇൽബർട്ട് ബില്ലിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ജുഡീഷ്യൽ സമത്വമായിരുന്നു. അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുക എന്നതായിരുന്നു ഇൽബർട്ട് ബില്ല് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ യൂറോപ്യന്മാർ ശക്തമായി ഈ ബില്ലിനെ എതിർക്കുകയും ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി മാറുകയും ചെയ്തു. റിപ്പൺ പ്രഭുവിനെതിരെ യൂറോപ്യന്മാർ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ഒടുവിൽ അദ്ദേഹത്തിന് അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നു. പ്രതികളായ യൂറോപ്യന്മാരെ പകുതി പേർ യൂറോപ്യന്മാരായുള്ള ജൂറിമാരുടെ സമിതി വിചാരണ ചെയ്യുമെന്ന് ഒരു ഒത്തുതീർപ്പിലെത്തി. എന്നാൽ ഇൽബർട്ട് ബിൽ വിവാദത്തെ തുടർന്ന് റിപ്പൺ പ്രഭുവിന് രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ ഇൽബർട്ട് ബിൽ വിവാദത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയ് ആരാണ്? അത് റിപ്പൺ പ്രഭുവാണ്. എന്താണ് ഇൽബർട്ട് ബിൽ വിവാദം? യൂറോപ്യന്മാരായുള്ള പ്രതികളെ ഇന്ത്യൻ ജഡ്ജിമാർക്ക് വിചാരണ ചെയ്യാൻ അനുമതിയില്ലായിരുന്നു. നിയമപരമായുള്ള ഈ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്ന ഒന്നായിരുന്നു എന്തെന്ന് പറയുന്നത്? ഇൽബർട്ട് ബിൽ എന്ന് പറയുന്നത്. ജുഡീഷ്യൽ സമത്വമായിരുന്നു ഇത് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ യൂറോപ്യന്മാർ ഈ ബില്ലിനെ ശക്തമായി എതിർക്കുകയും വലിയ പ്രക്ഷോഭങ്ങൾ അവർ സംഘടിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ റിപ്പൺ പ്രഭുവിന് അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നു. ഇൽബർട്ട് ബിൽ വിവാദത്തെ തുടർന്ന് അദ്ദേഹത്തിന് പിന്നീട് രാജിവെക്കേണ്ടി വന്നു. 1884 അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ ഇന്ന് നമ്മൾ റിപ്പൺ പ്രഭുവിനെ പറ്റിയാണ് പഠിച്ചത്. റിപ്പൺ പ്രഭുവിന്റെ ഭരണകാലഘട്ടം 1880 മുതൽ 1884 വരെയാണ്. ദ പോപ്പുലർ വൈസ്രോയ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ജനകീയ വൈസ്രോയ് എന്നറിയപ്പെട്ട വൈസ്രോയ് ആണ് ആര്? റിപ്പൺ പ്രഭു. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ആദ്യത്തെ ഫാക്ടറി നിയമം പാസാക്കിയത്. ഏത് വർഷമാണ്? 1881. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഒഫീഷ്യൽ സെൻസസ്, ആദ്യത്തെ റെഗുലർ സെൻസസ്, ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് 1881. അതുപോലെ അദ്ദേഹം 1882 വെർണാക്കുലർ പ്രസ് ആക്ട് അഥവാ പ്രാദേശിക ഭാഷാപത്ര നിയമം റദ്ദു ചെയ്യുകയുണ്ടായി. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനായ ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത് റിപ്പൺ പ്രഭുവാണ്. വർഷം ഏതാണ്? 1882. അതുപോലെ 1882 അദ്ദേഹം ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആക്ട് പാസാക്കി. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന വൈസ്രോയ് ആരാണ്? അത് റിപ്പൺ പ്രഭുവാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിച്ചത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ആദ്യത്തെ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിച്ചത് കൽക്കട്ടയിലാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് പോസ്റ്റൽ സേവിങ്സ് ബാങ്ക് സിസ്റ്റം നിലവിൽ വന്നത്. 1882 നിലവിൽ വന്നത്. അതുപോലെ തന്നെ ഇൽബർട്ട് ബിൽ വിവാദം അത് ആരുടെ കാലഘട്ടത്തിലാണത്? റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ്. എന്താണ് ഇൽബർട്ട് ബില്ല്? യൂറോപ്യന്മാരായിട്ടുള്ള പ്രതികളെ ഇന്ത്യൻ ജഡ്ജിമാർ വിചാരണ ചെയ്യുന്നതിൽ നിന്നുള്ള നിയമപരമായ തടസ്സങ്ങൾ നീക്കം ചെയ്യുക എന്നതായിരുന്നു ഇൽബർട്ട് ബില്ലിന്റെ ലക്ഷ്യം. ഇതിലൂടെ ജുഡീഷ്യൽ സമത്വമാണ് ഇൽബർട്ട് ബില്ല് പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ ഈ ബില്ലിനെ എതിർക്കുകയും ഒടുവിൽ അവരുടെ സമ്മർദ്ദത്തിന് റിപ്പൺ പ്രഭുവിന് വഴങ്ങേണ്ടിയും വന്നു. തുടർന്ന് ഈ ഒരു വിവാദത്തെ തുടർന്ന്, ഇൽബർട്ട് ബിൽ വിവാദത്തെ തുടർന്ന് അദ്ദേഹത്തിന് തന്റെ പദവിയിൽ നിന്ന് രാജിവെക്കേണ്ടിയും വന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.